യേശു മിശിഹായുടെ എല്ലാ നന്മകളാലും സമാധാനത്താലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 10 വചനങ്ങളുടെ 10 കൽപ്പനകളുടെ ആദ്യ വചനം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇന്ന് ആ ഒന്നാമത്തെ വചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മുടെ പഠന പരമ്പരയ്ക്ക് എടുക്കുന്നത്. അലയുന്ന ഇസ്രായേലിൻ്റെ അടങ്ങാത്ത അഭിലാഷമായിരുന്നു അലയാതെ ഉള്ള ഒരു വീടും അതിൻ്റെ മോഹങ്ങളും സന്തോഷവും സമൃദ്ധിയുമെല്ലാം. ജീവിത സമൃദ്ധിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഒരപ്പനെ പോലെ തൻ്റെ മക്കൾക്ക് കൈമാറുകയാണ് നമ്മുടെ പൊന്നു തമ്പുരാൻ. ആദ്യ വചനത്തിൽ നമ്മൾ കണ്ടു, കൽപ്പനകളല്ല, വാക്കുകൾ, വചനങ്ങൾ, ദൈവത്തിൻ്റെ വർത്തമാനങ്ങൾ. അത് വലിയൊരു വ്യത്യാസമാണ്. അതിക്രമിക്കുന്ന അധികാരി വർഗത്തിൻ്റെതാണ് കൽപ്പനകൾ. അപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് ആജ്ഞാപിക്കുന്നവനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ കൽപ്പനകൾ വചനങ്ങളാകുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുകയാണ്. സഹവർത്തിത്വത്തിലൂടെ, വർത്തമാനത്തിലൂടെ മനുഷ്യരോട് ഇടപെട്ടുകൊണ്ട് മനുഷ്യരുടെ വാക്കുകളിൽ, മനുഷ്യരുടെ ഭാഷയിൽ തമ്പുരാൻ കർത്താവ് നമ്മളോട് അടുക്കുകയാണ്. പിതാവായ ദൈവം നിന്നോട് പറയുന്നില്ല നീ ഇങ്ങനെ ചെയ്യണം എന്ന് ഒരിക്കലും കൽപ്പിക്കുന്നില്ല. ദൈവം തന്നെ തന്നെ അതിൻ്റെ അതിശയോക്തിയോടും പൊങ്ങച്ചത്തോടും കൂടെ വിളിച്ചു പറയുന്നില്ല, ഞാനാണ് സർവശക്തനായ ദൈവമെന്ന്. ദൈവം നമ്മളോട് ചേർന്നിരുന്നു കൊണ്ട് കൂട്ടുകൂടുവാൻ, നമ്മളോട് ബന്ധത്തിലേർപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ് പിതാവായ ദൈവം. ആദ്യ വചനം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു കേട്ടു. 20-ാം അധ്യായം 1-2 വാചകങ്ങൾ. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഒന്നാമത്തെ കൽപ്പനകളുടെ ഒന്നാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗം. എന്നാൽ ഈ രണ്ടാം ഭാഗത്തിൽ ഇന്ന് ദൈവം നമുക്ക് ഒരു സൂചന നൽകുകയാണ്, ഒരു താക്കീത്. അനുസരിക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഉണർന്നിരിക്കലാണെന്നും ഉണർന്നിരുന്നു കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് വളർച്ച ലഭിക്കുകയുള്ളൂ എന്നും, അനുസരിച്ചാൽ മാത്രം നമ്മൾ അടിമകളായി മാറുകയുള്ളൂവെന്നും, അത് അഴിമതികൾക്ക് വളക്കൂറായി മാറുകയാണ് എന്നുള്ള ഒരു താക്കീത്, ദൈവത്തിൻ്റെ സൂചന. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ തമ്പുരാൻ കർത്താവ് പറയുകയാണ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ
ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത്. നമ്മുടെ ചില അബദ്ധ ധാരണകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. വസ്തുതകൾക്ക്, കഥാപാത്രങ്ങൾക്ക്, ആശയങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളൊരു മായിക ഭാവം കൽപ്പിക്കുമ്പോൾ, ആദർശങ്ങൾക്ക്, ആശയങ്ങൾക്കെല്ലാം നമ്മൾ മായിക ഭാവം കൽപ്പിക്കുമ്പോൾ, ഈ കൽപ്പിക്കുന്നതിനെ ഈ വസ്തുവിൻ്റെ സ്വതസിദ്ധമായ ഭാവമായി കണക്കാക്കുമ്പോൾ, അതിന് നാം കീഴ്പ്പെടുമ്പോൾ ഞാനും നീയും വിഗ്രഹാരാധനയിലാണ്. നമ്മുടെ കാമനകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ ഒരു വസ്തുവിൽ നിക്ഷേപിക്കുന്ന ഒരു മനോവൃത്തിയാണ് ഈ വിഗ്രഹാരാധന എന്നുള്ളത്. ജീവനില്ലാത്ത വസ്തുക്കളിലേക്ക്, ജീവനില്ലാത്ത ആദർശങ്ങളിലേക്ക്, ജീവനില്ലാത്ത ആശയങ്ങളിലേക്ക് നാം കീഴ്പ്പെടുന്നു. നമ്മെ തന്നെ നമ്മൾ ഇല്ലാതാക്കുന്നു. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. നാം ജീവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളോട് നിഷ്കളങ്കമായ ഒരു അജ്ഞത പുലർത്തുമ്പോൾ ഞാനും നീയും ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു ആദർശത്തിന്റെ മനോഭാവത്തിലാണ്. ഞാനും ജീവിക്കുന്ന ആദർശത്തിന്റെ ഒരു മനോഭാവത്തില് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ ചെയ്തികളും പറച്ചിലുകളും നമ്മുടെ യാഥാർത്ഥ്യങ്ങളും പ്രതിദാനങ്ങളും രണ്ടും രണ്ടാണെന്നും, എന്നാൽ അവ തമ്മിലുള്ള വൈകല്യമാണെന്നുള്ള ഒരു മുൻധാരണയാണ് ഈ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നത്. ഈജിപ്തിൽ ഇസ്രായേൽക്കാർ സ്വർണം കൊണ്ടുള്ള കാളയെ ഉണ്ടാക്കി. സ്വർണ്ണ കാള. സമ്പത്തും അതുപോലെ ശക്തിയും ഒന്നു ചേരുന്നത്. നമ്മുടെ ശ്രീകോവിലുകളിലെ, നമ്മുടെ കാണിക്കകളിലെ നിറയെ നമ്മൾ സമർപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഭൗതിക യാഥാർത്ഥ്യങ്ങളാണ്. അതിൻ്റെ ആനന്ദങ്ങളിലേക്കുള്ള നെട്ടോട്ടങ്ങളിലാണ് നമുക്ക് പലപ്പോഴും വഴിപിഴയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ എല്ലാവരും അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ നാം പൂജിക്കുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ തന്നെ വൃത്തിപ്രവർത്തികളുടെ ഒരു പ്രതിഭാവമാണെന്നും പ്രതിവിധാനമാണെന്നും സ്വരൂപമാണെന്നും നമ്മൾ മനസ്സിലാകുന്നു. നമ്മുടെ ജീവിതവൃത്തിയുടെ സമൂർത്ത രൂപങ്ങളാണ് വ്യാജമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ കഥയിൽ നമ്മൾ ഊന്നൽ കൊടുക്കുകയാണ്. നമ്മുടെ ജീവിത പ്രവർത്തികളിൽ നമ്മൾ പെരുമാറുന്നത് ഈ വസ്തുക്കൾക്ക് ഒരു സ്വതസിദ്ധമായ ഒരു ചൈതന്യം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. ഈ വ്യാജ ബോധം കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിഗ്രഹാരാധകർ ആവുകയായി മാറുകയാണ്. ആദർശങ്ങള്, നമ്മുടെ അഭിലാഷങ്ങള്, ആശയങ്ങള്, കഥാപാത്രങ്ങള് എല്ലാം ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ദിശകളിൽ ഇവർ മാറ്റം വരുത്തുന്നു. നമ്മുടെ തന്നെ ജീവൻ ഇവ അപഹരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ
പാപത്തിൻ്റെ തീവ്രതയിൽ, സ്വയം ദാനത്തിൻ്റെ തീവ്രതയിൽ നമ്മെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നാം ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ പങ്ക് അതിശയോക്തിപരമായി പറയുമ്പോൾ, അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കുമ്പോൾ, അവൻ്റെ തലയെ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പ്രത്യയശാസ്ത്രമായ ഒരു മനോഭാവത്തിലാണ്. ഒരു അണുബാധയാണത്, ഒരു വൈറസ്, ഒരു അണുബാധ. നമ്മുടെ സഭാ ശരീരത്തിൽ പൂപ്പൽ ബാധിച്ച് അത് നിർജീവമായിരിക്കുന്നു. ചെത്തിപ്പൂമാലയിട്ട് നാം നമ്മെ തന്നെ ബലിത്തറകളിലേക്ക് ആനയിക്കുകയാണ്. മുറിഞ്ഞു വീഴുന്ന ശിരസ്സുകളും അതുപോലെ തന്നെ അവയ്ക്ക് ശേഷക്രിയ നടത്തുന്ന ബാക്കിയുള്ളവരും അതിനു ചുറ്റും ഉറഞ്ഞു തുള്ളുമ്പോൾ നമ്മൾ നമ്മെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. വിഗ്രഹങ്ങൾക്കുള്ള ആരാധനയിൽ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ ജീവൻ എടുക്കുകയാണ്, നമ്മുടെ ജീവൻ എടുക്കുന്നു. ആശയങ്ങൾ നമ്മുടെ ജീവൻ എടുക്കുകയാണ്, ആദർശങ്ങൾ നമ്മുടെ ജീവൻ എടുക്കുകയാണ്. ഒരു കുട്ടി നന്നായി വരയ്ക്കുന്ന, നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ആദ്യമായിട്ട് സ്കൂളൊക്കെ തുറന്നു, സ്കൂളിലോട്ട് പോവുകയാണ്. സ്കൂളിലോട്ട് പോയപ്പോൾ തൻ്റെ കൂട്ടുകാരിയുടെ കയ്യിൽ ഒരു നല്ല സെൽഫോൺ, ഒരു നല്ല മൊബൈൽ ഫോൺ ഇരിക്കുകയാണ്. കുട്ടി കണ്ടു, തൻ്റെ കൂട്ടുകാരി വളരെ സന്തോഷിക്കുന്നു. കൂട്ടുകാരിയുടെ ചുറ്റും ആളുകൾ കൂടുന്നു, കൂട്ടുകാരി അതിലെ ആപ്ലിക്കേഷനുകൾ കാണിക്കുന്നു. അപ്പൊ സന്തോഷം. കുട്ടി അറിഞ്ഞു ഈ സാധനത്തിൽ എന്തോ സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച എനിക്കും വേണം ഒരു മൊബൈൽ ഫോൺ. വളരെ കഷ്ടപ്പെട്ട് അപ്പച്ചൻ ഒരു മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ കുട്ടിക്ക് വളരെ സന്തോഷമായി. പതുക്കെ ആ മൊബൈൽ ഫോണിന്റെ കളറ് നല്ല റോസ് കളറായിരുന്നു, റോസ് കളർ. കൂട്ടുകാരിയുടെ അടുത്ത് എനിക്കുമുണ്ട് ഒരു മൊബൈൽ, നല്ല റോസ് നിറമുള്ള മൊബൈൽ ഫോൺ. കൂട്ടുകാരി പറഞ്ഞു, അയ്യേ റോസ് കളറുള്ള മൊബൈൽ ഫോണോ? നീ എൻ്റെ മൊബൈൽ ഫോൺ നോക്കി, നല്ല ആപ്പിളിന്റെ മൊബൈൽ ഫോൺ. ഫോൺ എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ ഫോണാണ്. കുട്ടി വീണ്ടും വീട്ടിൽ വന്ന് അപ്പച്ചനോട് പറയുകയാണ്, അപ്പച്ച എനിക്ക് ഈ മൊബൈൽ ഫോൺ പോരാ, എനിക്കൊരു ആപ്പിളിന്റെ മൊബൈൽ ഫോൺ വേണം. അങ്ങനെ ആപ്പിളിന്റെ മൊബൈൽ ഫോൺ കിട്ടി. അങ്ങനെ പല വസ്തുക്കൾ പിന്നാലെ സന്തോഷം, തൻ്റെ ജീവിതം മൊബൈൽ ഫോണ് കാഴ്ചവെക്കുകയാണ്. ആ കൊച്ച് അറിയാതെ തന്നെ മൊബൈൽ ഫോണിനെ പ്രണമിക്കുകയും അത് കാര്യങ്ങൾ സ്വന്തം ജീവിതത്തെ മുഴുവൻ ബാധിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുകയാണ് ആ പാപം കുട്ടി, അവൾ അറിയാതെ. ഇതിനെയാണ് പ്രത്യയശാസ്ത്ര മനോഭാവം അല്ലെങ്കിൽ വിഗ്രഹാരാധന മനോഭാവം എന്ന് പറയുന്നത്. ഒരുപക്ഷെ വിഗ്രഹങ്ങൾ നമ്മുടെ ജീവിത പ്രതീക്ഷകളാകാം. ഭാവിയിലേക്ക് ഉറ്റുനോട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതീക്ഷകള്, ജീവൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവൻ എടുക്കുന്ന പ്രതീക്ഷകള്, ഇത് ഒരു വിഗ്രഹാരാധനയാണ്. നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ ദിശ മാറ്റുകയും ചെയ്യുന്ന ഒരു വിഗ്രഹം. അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമാകാം. സൗന്ദര്യത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചു നടക്കുന്നു, അവയ്ക്ക് വേണ്ടി പാടുപെടുന്നു, കഷ്ടപ്പെടുന്നു, അതിന്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു ജീവിതത്തെ നയിക്കുമ്പോൾ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹമായി മാറിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ, ജീവിതത്തിലേക്കുള്ള ശ്രദ്ധ മുഴുവൻ, സന്തോഷിക്കുവാനുള്ള ശ്രദ്ധ മുഴുവൻ പിടിച്ചു വാങ്ങുകയാണ്. ഇവയെല്ലാം നമുക്ക് വാഗ്ദാനം ചെയ്ത പരസ്യങ്ങളിലൂടെയാണ്.
ഈ പരസ്യത്തിൽ കാണുന്ന ഭക്ഷണം കഴിച്ചാൽ നീ നന്മയുള്ളവനാകും, ബൂസ്റ്റ് കഴിച്ചാൽ നിനക്ക് ബുദ്ധി ഉണ്ടാകും, കോംപ്ലാൻ കഴിച്ചാൽ നീ കംപ്ലീറ്റ് പെർഫെക്റ്റ് ബോയ് ആയിട്ട് മാറും എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകി, അല്ലെങ്കിൽ ഇന്ന ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ നിനക്ക് സംരക്ഷണമുണ്ട്, അല്ലെങ്കിൽ ഇന്ന AC വാങ്ങിച്ചാൽ നിനക്ക് തണുപ്പ് കിട്ടും എന്നെല്ലാം വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധ തിരിച്ച് നമ്മുടെ ദിശയെ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ഈ വിഗ്രഹങ്ങൾ. ഇന്നത്തെ ഒരു പുതിയ ഫാഷനാണ് നമ്മുടെ ആരോഗ്യം. നമുക്ക് ഇന്ന് ആരോഗ്യം കിട്ടണമെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ ഭക്ഷണങ്ങൾ കഴിക്കണം. അങ്ങനെ ഗ്ലൂട്ടൻ ഫ്രീ ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് ഇന്ന് നമ്മുടെ സാധാരണമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്ത ഒരു അവസ്ഥയായി വന്നിരിക്കുന്നു. നമ്മൾ നമ്മുടെ ആരോഗ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ആരോഗ്യം ഇല്ലാതാകുന്ന ഒരവസ്ഥ, നമ്മുടെ ആരോഗ്യം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് വിഗ്രഹാരാധകന്റെ ഒരു അവസ്ഥയാണ്. വിഗ്രഹം എന്നുള്ള വാക്ക്, ഐഡൽ, ഈദോളോ എന്ന വാക്ക് കാണുക എന്നുള്ള ക്രിയയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കാണുക. നമ്മുടെ കണ്ണുകൾക്ക് മാസ്മരികതയുള്ള കാഴ്ചകൾ നൽകി നമ്മുടെ കാഴ്ചയെ മറച്ചുകൊണ്ട് നമ്മുടെ ദിശയെ മാറ്റിവിടുകയാണ്. ഇങ്ങനെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുമ്പോൾ, കണ്ണ് അഞ്ചിച്ചിരിക്കുമ്പോൾ, നമ്മുടെ അതിൽ ഇടപെടുമ്പോൾ നമ്മുടെ ദിശ മാറ്റിവിടുന്നു. പെട്ടെന്നുള്ള പ്രകാശത്തിൽ കണ്ണ് മഞ്ഞളിച്ചിരിക്കുമ്പോൾ, പെട്ടെന്നുള്ള പ്രകാശത്തിൽ കണ്ണ് മഞ്ഞളിച്ച് നമ്മൾക്ക് കാഴ്ച നഷ്ടപ്പെടുമ്പോൾ അതിനിടയിൽ നമ്മുടെ പോക്കറ്റടിക്കപ്പെടുകയും അതുവഴി നമ്മളെ വേറൊരു ദിശയിലേക്ക് മാറ്റിവിടുകയും ചെയ്യുകയാണ്. അജ്ഞാതമായിട്ടുള്ള സമൃദ്ധിയിലേക്ക് നമ്മളെ മൂല്യങ്ങളെല്ലാം വിറ്റുകൊണ്ട് ഓടിപ്പോവുക, തിരക്കിട്ട് ഓടിപ്പോവുക. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്നാൽ നാം ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളും സമാധാനങ്ങളും അവിടെ ചെയ്യുമ്പോൾ ഇല്ലാക്കനിയായിട്ട് മാറുകയാണ്. മാറ്റിവെക്കപ്പെട്ട അപ്പക്കഷ്ണങ്ങൾ. കാരണം എനിക്ക് സന്തോഷം കിട്ടുന്ന എൻ്റെ വഴികൾ, എനിക്ക് ജീവിതം തരുന്ന എൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാം ഞാൻ മൂടിവെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കടമെടുത്തുകൊണ്ടും ഞാൻ എല്ലാം ദൂർത്തടിച്ച് തിന്നുകുടിച്ച് ഒരു പക്ഷേ നമ്മള് കാണം വിറ്റും ഊണുന്ന ഓണാഘോഷങ്ങള് നമ്മുടെ അന്ത്യ അത്താഴങ്ങളായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, തിരുവഴുത്തിലെ തിരുവചനത്തിലെ ആദ്യ വിഗ്രഹം എന്താണെന്നറിയോ? അത് ഒരു മരമായിരുന്നു. ഈ മരം തന്റെ കാമനകൾ നൽകിക്കൊണ്ട് ദൈവത്തെ പോലെയാകും എന്നുള്ള അഭിലാഷങ്ങൾ നൽകിക്കൊണ്ട് ഹവ്വായുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഹവ്വ ദൈവത്തിൽ നിന്നും തന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ മരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പതുക്കെ ഈ മരത്തിലേക്കുള്ള ശ്രദ്ധ ഒരു സർപ്പത്തിലേക്ക് ആയി മാറ്റുകയാണ്. ഈ വിഗ്രഹങ്ങൾ നമുക്ക് കാമനകൾ നൽകിക്കൊണ്ട് ഒരു മാസ്മരികതയിൽ നമ്മുടെ കണ്ണുകളെ മൂടിക്കെട്ടുകയാണ്. നമ്മുടെ ജീവിതത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഈ വിഗ്രഹങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയാണ്. നരബലികൾ, കുരുതികൾ, നിങ്ങളുടെ രക്തമാണ് ഈ വിഗ്രഹം ആരാധിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ രക്തം നിങ്ങൾക്ക് ജീവിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളെ ഈ വിഗ്രഹങ്ങൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ആലോചിക്കുക. നിന്റെ ഹൃദയത്തിൽ കൂടുറപ്പിച്ചുകൊണ്ട് നിന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന നിന്റെ വിഗ്രഹം ഏതാണ്? നമ്മൾ തിരിച്ചറിയണം. നിന്റെ ഹൃദയത്തിലുള്ള നിന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന നിന്റെ വിഗ്രഹം ഏതാണ്?